ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് പ്രോസസ് കോസ്റ്റിംഗ് ആണ്. പ്രോബ്ലത്തിലിട്ട് പോകാം. നമുക്ക് രണ്ട് പ്രോസസ്സാണ് തന്നിട്ടുള്ളത്, പ്രോസസ്സ് എക്സ് അതുപോലെ തന്നെ പ്രോസസ് വൈ. അതിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. മെറ്റീരിയൽ കൺസ്യൂംഡ് 6000, ദെൻ സെക്കൻഡിൽ 3000, വേജസ് 7000, 4000, മാനുഫാക്ചറിങ് എക്സ്പെൻസസ് 2000 ഈച്ച്. ദെൻ ഒന്നാമത്തെ പ്രോസസ്സറായ എക്സിലേക്ക് 10,000 യൂണിറ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5,000 ആണ്. ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ദെൻ ഓരോ പ്രോസസ്സിൻ്റെയും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒന്നാമത്തെ പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട് 9,500ഉം രണ്ടാമത്തെ പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട് 8,500 ആണ്. ഈ ഔട്ട്പുട്ട് ക്വസ്റ്റിൽ തന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൽ അബ്നോർമൽ ലോസോ അതുപോലെ തന്നെ അബ്നോർമൽ ഗെയിനോ ഉള്ളതായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ യൂണിറ്റ് ക്വസ്റ്റിൽ ഔട്ട്പുട്ട് യൂണിറ്റ് ക്വസ്റ്റിൽ തരുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എന്തായാലും ഓർത്ത് വയ്ക്കുക. ദെൻ അതിനുശേഷം നമുക്ക് നോർമൽ ലോസ് തന്നിട്ടുണ്ട്. നോർമൽ ലോസ് 5%ഉം അതുപോലെ തന്നെ 10%ആണ് തന്നിട്ടുള്ളത്. പ്രോസസ്സ് എക്സിൽ 5%ഉം പ്രോസസ്സ് വൈയിൽ 10%ഉമാണ് തന്നിട്ടുള്ളത്. ദെൻ നോർമൽ ലോസിൻ്റെ വാല്യൂ നമ്മൾ രേഖപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ സ്ക്രാപ്പ് വാല്യൂ വേണം. അല്ലെങ്കിൽ നമ്മൾ യൂണിറ്റ് കോളത്തിൽ ജസ്റ്റ് യൂണിറ്റ് മാത്രമേ എഴുതി വെക്കുള്ളൂ. എമൗണ്ട് കോളത്തിൽ എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രാപ്പ് ചെയ്യണം. ഇവിടെ ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് പ്രോസസ്സ് എക്സിൻ്റെ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് 100 യൂണിറ്റിന് 8 രൂപ. അതായത് ഒരു യൂണിറ്റിന് എത്രയെന്നല്ല പറയുന്നത്, 100 യൂണിറ്റ് ആണെങ്കിൽ 8 രൂപ എന്ന രീതിയിലാണ് ചാർജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രോസസ്സ് വൈ ആണെന്നുണ്ടെങ്കിൽ 100 യൂണിറ്റ് ആണെങ്കിൽ 10 രൂപ എന്ന രീതിയിലാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു യൂണിറ്റിന് എത്രയെന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ സാധിക്കുള്ളൂ. ദെൻ നമുക്ക് പ്രോസസ്സ് അക്കൗണ്ട് വരയ്ക്കാം. ദെൻ പ്രോസസ്സ് എക്സ് അക്കൗണ്ടാണ് ആദ്യം വരയ്ക്കേണ്ടത്. നമ്മൾ ഡെബിറ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എത്ര യൂണിറ്റാണ് പ്രോസസ്സ് എക്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. അത് 10,000 യൂണിറ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ 10,000 യൂണിറ്റ് എഴുതി. അതിൻ്റെ എമൗണ്ട് എത്രയെന്നുള്ളത് ഇവിടെ ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് 5,000. അത് അതേപോലെ തന്നെ എഴുതി. പിന്നെ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് മറ്റുള്ള ഡീറ്റെയിൽസ്, സാധാരണയുള്ള മറ്റുള്ള ഡീറ്റെയിൽസുകളാണ് എഴുതേണ്ടത്. അതായത് മെറ്റീരിയൽ കൺസ്യൂംഡ്, വേജസ്, മാനുഫാക്ചറിങ് എക്സ്പെൻസ്, അതിനൊന്നും യൂണിറ്റ് ഇല്ല, നേരെ എമൗണ്ട് കോളത്തിലേക്ക് എമൗണ്ട് എഴുതുക. പിന്നെ അതിനുശേഷം നോർമൽ ലോസ് ഉണ്ട് എന്ന് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. നോർമൽ ലോസ് നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുന്നത്. നോർമൽ ലോസ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് 5% ആണ് നോർമൽ ലോസ് പറഞ്ഞിട്ടുള്ളത്. അതായത് എത്ര യൂണിറ്റാണോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ 5%. അതായത് നമ്മൾ 10,000 ഇൻറ്റു 5%. അതായത് എത്ര യൂണിറ്റ് വരുന്നത്, 500 യൂണിറ്റാണ് വരുന്നത്. ഓക്കെ. ദെൻ ഇതിൻ്റെ വാല്യൂ നമ്മൾ എഴുതണം. സ്ക്രാപ്പ് വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ വാല്യൂ എഴുതാൻ പാടുള്ളൂ. പ്രോസസ്സ് എക്സിന് സ്ക്രാപ്പ് വാല്യൂ ഉള്ളതായിട്ട് നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട്. 100 യൂണിറ്റ് ആണെങ്കിൽ 8 രൂപ എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഒരു യൂണിറ്റിന് എത്രയെന്ന് ക്വസ്റ്റിൽ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത് 8 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 500 എന്ന രീതിയിൽ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 40 രൂപ എന്ന രീതിയിൽ സ്ക്രാപ്പ് വാല്യൂ കിട്ടും. അത് നമ്മൾ എമൗണ്ട് കോളത്തിൽ എഴുതാം. അതിനുശേഷം നമ്മൾ നോക്കേണ്ടത് ഇനി അബ്നോർമൽ ലോസോ അബ്നോർമൽ ഗെയിനോ ഉണ്ട് നോക്കുക. നമ്മൾ കാരണം ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്, ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. ഔട്ട്പുട്ട് തന്ന സ്ഥിതിക്ക് നമ്മൾ ഇതേ യൂണിറ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് എന്ന് ഉറപ്പ് വരുത്തണം. ഇവിടെ നോക്കുക, അത് നമ്മൾ ചെക്ക് ചെയ്യുന്ന കാര്യം 10,000 മൈനസ് 500, അതായത് എത്ര യൂണിറ്റാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് മൈനസ് നോർമൽ ലോസ്. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ഔട്ട്പുട്ട് കിട്ടണം. ഈ നോർമൽ ഔട്ട്പുട്ട് തന്നെയാണ് നമുക്കിവിടെ ക്വസ്റ്റിൽ തന്നിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അപ്പോൾ നമുക്കവിടെ അബ്നോർമൽ ലോസും ഇല്ല, അബ്നോർമൽ ഗെയിനും ഇല്ല. 9,500 തന്നെയാണ് നമുക്ക് കിട്ടുന്ന ആൻസർ വരിക. ഓക്കെ. അപ്പോൾ നമുക്ക് അക്കൗണ്ട് നേരെ ക്ലോസ് ചെയ്യാം. നമ്മൾ ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ 9,500 അത് തന്നെയാണ് നമുക്ക് ഇവിടെ ക്വസ്റ്റിൽ തന്നിട്ടുള്ള യൂണിറ്റ്. അപ്പോൾ അവിടെ അബ്നോർമൽ ലോസും അബ്നോർമൽ ഗെയിനില്ല. ഇതിന് അതിൻ്റെ എമൗണ്ട് നമ്മൾ ഇതേപോലെ തന്നെ ബാലൻസ് ചെയ്ത് കണ്ടുപിടിക്കാം. നമ്മൾ എക്സ്പെൻസിൻ്റെ ഈ ഭാഗം ടോട്ടൽ ചെയ്യുക. ടോട്ടൽ 20,000. ആ 20,000 തന്നെ ഈ ഭാഗത്ത് എഴുതുക. ഇതിന്ന് 40 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 9,500 യൂണിറ്റ് വാല്യൂ എന്ന് പറയുന്നത് 19,960 ആണ്. ഇത് നമ്മൾ പ്രോസസ്സ് വൈ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇത്രയാണ് നമ്മൾ ഒന്നാമത്തെ പ്രോസസ്സ് എക്സ് അക്കൗണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. നമ്മൾ രണ്ടാമത്തെ പ്രോസസ്സ് വൈ അക്കൗണ്ട് വയ്ക്കാം. പ്രോസസ്സ് വൈ അക്കൗണ്ട് നോക്കുക. പ്രോസസ്സ് വൈ അക്കൗണ്ട് നമ്മൾ പ്രോസസ്സ് എക്സ് അക്കൗണ്ടിൻ്റെ ബാലൻസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രോസസ്സ് എക്സ് അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് 9,500. ഇതിന് അതിൻ്റെ എമൗണ്ട് 19,960 എന്ന രീതിയിൽ എമൗണ്ട് എഴുതി സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ പ്രോസസ്സ് വൈ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസിൽ മറ്റ് കാര്യങ്ങളൊക്കെ എഴുതുക. മെറ്റീരിയൽ, വേജസ്, മാനുഫാക്ചറിങ് എക്സ്പെൻസസ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും എഴുതുക. ഇനി അതിനുശേഷം നോർമൽ ലോസ് ഉണ്ടെന്ന് ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്.
ഇതിൻ്റെ നോർമൽ ലോസ് എന്ന് പറയുന്നത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെ, എത്ര യൂണിറ്റ് ആണോ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, എത്ര യൂണിറ്റ് ആണ് 9500 ആണ് യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അതിൻ്റെ 10% ആണെന്ന് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ 10% നോക്കുക. 10% എന്ന് പറയുമ്പോൾ എത്ര കിട്ടുന്നുണ്ട്, 950 യൂണിറ്റ് ആണ് കിട്ടുന്നത്. 950 യൂണിറ്റ്. ആ 950 യൂണിറ്റ് നമ്മളവിടെ എഴുതി. ഇനി അതിന് സ്ക്രാപ്പ് വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ എമൗണ്ട് കുളത്തിൽ എഴുതാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. സ്ക്രാപ്പ് വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 10 രൂപയാണ് എത്ര യൂണിറ്റിന്, 100 യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ കണ്ടുപിടിക്കണം. 10 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു എത്ര യൂണിറ്റാണ് നമുക്ക് വന്നിട്ടുള്ളത്, 950 യൂണിറ്റ്. 950 യൂണിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 95 റുപ്പീസാണ് കിട്ടുന്നത്. ഓക്കെ, 95 റുപ്പീസ്. അപ്പോൾ നമ്മൾ എമൗണ്ട് എഴുതി. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ട മറ്റു കാര്യം എന്താണ്, അബ്നോർമൽ ലോസോ അബ്നോർമൽ ഗെയിൻ ഉണ്ടോ എന്ന് നോക്കണം. കാരണം ഇവിടെ 8500 യൂണിറ്റ് ആണ് പ്രോസസ് വൈൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ നോർമൽ ലോസ് നിന്ന് മൈനസ് ചെയ്തിട്ട് നോക്കണം. അപ്പോൾ നോർമൽ ഔട്ട്പുട്ട് കണ്ടുപിടിക്കുക. നോർമൽ ഔട്ട്പുട്ട് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എത്ര യൂണിറ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, എത്ര യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, 9500 യൂണിറ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം, നോർമൽ ലോസ് മൈനസ് ചെയ്യണം. അതായത് 950 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 8550 ആണ് നമുക്ക് കിട്ടുന്ന നോർമൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. പക്ഷേ നമുക്കിവിടെ വരുന്ന നോർമൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 8550 ആണെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് കിട്ടിയിട്ടുള്ള ഔട്ട്പുട്ട് നോക്കുക, ക്വസ്റ്റിൽ തന്നിട്ടുള്ളത് നോക്കുക, 8500 ആണ്. 8500, അതായത് 50 യൂണിറ്റ് വീണ്ടും എന്ത് വന്നിട്ടുണ്ട്, ലോസ് വന്നിട്ടുണ്ട്. ആ ലോസിന് നമ്മൾ എന്താ പറയുക, അബ്നോർമൽ ലോസ് എന്ന് പറയും. അബ്നോർമൽ ലോസ് എന്ന് എഴുതിയിട്ട് നമ്മൾ ആ 50 യൂണിറ്റ് ഇവിടെ കാണിക്കും. ഈ അബ്നോർമൽ ലോസിൻ്റെ വാല്യൂ നമ്മൾ കാണിക്കുന്നത് ഒരു ഇക്വേഷൻ രൂപത്തിൽ നോക്കുക. ആദ്യം നമ്മൾ ടോട്ടൽ കോസ്റ്റ് എന്നുണ്ടോ ഈ ഭാഗം മൊത്തം ടോട്ടൽ ചെയ്യും. ഈ ഭാഗം ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്, 28,960. ടോട്ടൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് ഈ നോർമൽ ലോസിൻ്റെ എമൗണ്ട് ആണ്, 95 ആണ്. 95 ഡിവൈഡഡ് ബൈ നമുക്ക് കിട്ടിയിട്ടുള്ള നോർമൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എത്രയാണ്, 8550. അതാണ് നോർമൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, 8550. ദെൻ ഇൻറ്റു നമുക്ക് അബ്നോർമൽ യൂണിറ്റ് എത്രയെന്ന് നോക്കുക, ഇൻറ്റു യൂണിറ്റ് ഓഫ് അബ്നോർമൽ ലോസ് എത്ര, 50 ആണ്. ആ 50 കൊണ്ട് ഗുണിക്കുക. 50 കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 168 പോയിൻ്റ് സംതിങ് കിട്ടും. അത് നമ്മൾ റൗണ്ട് ചെയ്തിട്ട് 169 കൊണ്ടുവരിക. ഓക്കെ, ദെൻ അത് നമ്മളവിടെ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുന്ന സമയത്ത് 8000 യൂണിറ്റ് വരുന്നുണ്ട്. ആ 8000 യൂണിറ്റിൻ്റെ വാല്യൂ പറയുന്നത് 28,696. ഈ രീതിയിലാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. ദെൻ നമ്മൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യാം. അതിനുശേഷം മറ്റുള്ള കാൽക്കുലേഷൻസും വർക്കിംഗ് നോട്ടൊക്കെ നമ്മൾ അബ്നോർമൽ ലോസ് കണ്ടുപിടിച്ചതും അതുപോലെ തന്നെ സ്ക്രാപ്പ് വാല്യൂ കണ്ടുപിടിച്ചതിൻ്റെയൊക്കെ വർക്കിംഗ് നോട്ടൊക്കെ താഴെ കൊടുക്കും. ഓക്കെ, താങ്ക് യു.